നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടിയതിനെല്ലാം ക്ഷമാപണമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വന്തം ഉമ്മാനോട് ചെയ്ത തെറ്റും എല്ലാത്തിനും ആളിപ്പം ക്ഷമയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തുണ്ടായിപ്പോയില്ലേ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി. പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്തു തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആദ്യം നീ പറയേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല, നിന്റെ ഉമ്മാൻ്റെ കാല് പോയി പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടത്. അത്രയും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് നീ അവരോട് ചെയ്തത്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ട് നടക്കും. ഇവള് കാട്ടിക്കൂട്ടിയതിനൊന്നും കണക്കില്ല. എന്നിട്ടിപ്പോൾ ക്ഷമാപണമായി വന്നിരിക്കുക. നാണുണ്ട് ഇവക്ക്. സ്വന്തം ഉമ്മാനെയും കുടുംബക്കാരെയും എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇവള് പറഞ്ഞത്. ഇപ്പം ഇവള് ഇതുപോലൊരു ക്ഷമാപണമായിട്ട് വരാനുള്ള കാരണം, ഇവളിപ്പം താമസിക്കുന്നത് ഇവളെ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവള് മണ്ണാർക്കാട് എവിടെയാണ് താമസിക്കുന്നത്. ഇവക്കെതിരെ പ്രതികരിച്ച് ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് ഭാര്യേൻ്റെയും മക്കളെയും ഒക്കെ വീഡിയോ എടുത്ത് ഇവള് സോഷ്യൽ മീഡിയയിലിട്ടു. അപ്പോൾ എല്ലാ തരത്തിലും ആ ഷെരീഫ് ഇവളെ അങ്ങ് ലോക്ക് ചെയ്തു. അവസാനം ഷെരീഫ് ഇവളെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ശരിക്കും ഇവളെ ലോക്കാക്കിയിട്ടുണ്ട്. അപ്പം ക്ഷമാപണമായിട്ട് വന്നിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഷെരീഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കാണാം. തുറക്കണെന്നാ പറഞ്ഞേന്. ഒരു ചെറിയൊരു കട അവിടെ തുറക്കുക, അത് അയാൾ അനുവദിച്ചതന്നെ ഒരു മഹാഭാഗ്യം. എന്റെ ഈ വീഡിയോ ഇതൊക്കെ പാടന്ന് കണ്ടേക്കേ അയാൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവില്ല, ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എളുപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു. ഇതേ യേശുദാസും ഇല്ല, MG സുകുമാറും ഇല്ല, സന്തോഷ് പണ്ഡിറ്റും ഇല്ല, കടയില്ല, ഒന്നുമില്ല. ഒക്കെപ്പാടന് മൂഞ്ചി. ഓളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട്. അതാണ് ആദ്യം ഇവിടെ ഒഴിവാക്കിയത്. എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷെരീഫെ ഇനി ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും ഓരോരുത്തർ ഒരു ബന്ധത്തിന് ഞാൻ പോകൂല, ഇന്ന ഇതിലേക്ക് തെറ്റിദ്ധരിക്കരുത്, എനിക്കിതിലൊരു റോളും ഇല്ല, അള്ളാനെ ഓർത്തിട്ട് ജിന്നെ ഇതിലേക്ക് വലിച്ചിടരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിലില്ലെങ്കിൽ ഇജ്ജ് പേടിക്കേണ്ട കാര്യമില്ല, ഇത് അങ്ങോട്ട് മാറിയിരുന്നു, പക്ഷെ ഇനി എന്നെ ഇതിൽ കാണരുത്. അപ്പൊ പറഞ്ഞു ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് എന്റെ അനിയനും ഇജ്ജും ഒക്കെ ഒരേ മാതിരി തന്നെ, നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ. അവള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോന്നു. അവിടുന്ന് മഹല്ലേരും പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് പോകാനൊരു നാടുണ്ടായില്ല. അതിലാണ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത്രേ, എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ, എനിക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനാണ്. അപ്പൊ ഇവളാണ് ഈ സ്ത്രീ. ഇവളിപ്പോ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിൽ ഇതിന്റെ മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ഈ വീട് എടുക്കുന്നില്ല. എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നു. അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു. അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കായിരുന്നു. അതിന്റെ അടിയേക്കാണ് ഈ വന്നത്. അപ്പൊ പിന്നെ വന്നത് ശൈത്താനല്ലേ, അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനോട് കൊടുത്തതാ. പക്ഷെ ഇത് മെനയായി. ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണില്ല. ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയിരിക്കുകയാണ്. ശൈത്താൻ ഇനിയിപ്പോ എന്താ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ടടക്കം പോകാത്ത ശൈത്താനുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇപ്പൊ ആ പെരക്കാരുടെ അവസ്ഥ. ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നുണ്ട് ഓള് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ്. കുപ്പിയില് കൂറ വട്ടന്മാരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മൂപ്പത്തേര് ആരോടൊക്കെ പറയുന്നുണ്ട്, ഈ ഹൗസ് ഓണർ. നമുക്കിപ്പോ അതൊന്നും വിഷയമല്ല. ഇപ്പൊ ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല,
ഓളെ മറ്റേ കടയുടെ റൂം ഒഴിവാക്കാൻ പറഞ്ഞത്. അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത് ജാതി തരിക. അപ്പോൾ ഇതാണ് സംഭവം. പുതിയ കട തുടങ്ങാനിരുന്നു, വീട്ടിൽ നിന്നും ഹൗസ് ഓണർ ഇറക്കി വിട്ടു. ഇവള് ചെയ്തത് വെച്ച് നോക്കുമ്പം ഇവക്ക് ഇതൊന്നും കിട്ടിയാൽ പോരെ. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കാണാം. നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്കിപ്പോ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് വിട്ട കാര്യം, നമ്മളെ വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. ആരുടെ അടുത്തും ഒരാളുടെ അടുത്തും 1 ഉറുപ്പിക്ക് നമ്മൾ പോണില്ല. ഞാനുണ്ട്, എന്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും നമ്മളെ എന്താ പറയാ പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ക്ഷമയ്ക്കൊരു പരിധി. സഹിക്കുന്നതിന് പരിധിയുണ്ട് പോലും. അപ്പം ഇത്രയും കാലം നീ കാട്ടിക്കൂട്ടിയത് സഹിച്ചവരുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഉമ്മാനോട് കാണിച്ചതോ. എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മാനസാന്തരം വന്നിട്ടുണ്ട്.